വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തു വിഷു ഫലം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് ഒരു 1 വീക്കായി. ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം അത്രയും പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ പറയുന്നത് വിഷു കഴിഞ്ഞുള്ള ഒരു വർഷത്തേക്കുള്ള ഫലമാണ് പറയുന്നത്. ഇതിൽ പൈൽ റീഡിംഗ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്ത പിക്ചറിൽ ഏത് പിക്ചറിനോടാണോ നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത്, ആ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാം. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്ത് വരുന്ന റീഡിംഗ് ആണ്. ഹൈ പ്രീസ്റ്റസ്, 5 ഓഫ് കപ്സ്, ജസ്റ്റിസ്, Emperor, 4 of Swords, Eight of Swords, 3 of Cups, 5 of Pentacles. Bottom of the deck, Death and Rebirth ആണ് വന്നിട്ടുള്ളത്. Laziness, isolation, new vision. Bottom of the deck, patience ആണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് ഡെത്തും അതുപോലെ ഡെത്ത് ആൻഡ് റീബേർത്ത്, അതുപോലെ പേഷ്യൻസ് കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് ഇത്രയും വർഷം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ പല കാര്യങ്ങളും ക്ഷമയോടെ നിന്ന് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെയൊന്നും റിസൾട്ട് ഉണ്ടാവില്ലെങ്കിലും നിങ്ങൾ ക്ഷമയോടെ നിന്ന് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്തതിൻ്റെ ഒക്കെ റിസൾട്ട് വരുന്ന ഒരു ഇയറാണ് ഇനി വരാൻ പോകുന്നത്. അതാണ് നിങ്ങളുടെ വിഷു ഫലത്തിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എന്തൊക്കെ ഇത്രയും കാലം ഇഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന ഒരു സമയത്തെയാണ് കാണിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ്, 5 ഓഫ് കപ്സ്, ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ക്ഷമയോടെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും. ചില ബന്ധങ്ങളായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. അതുപോലെ ആ അകന്നു പോയ അകൽച്ച, അതായത് പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെടൽ ശരിക്കും നിങ്ങളെ ഹൈ പ്രീസ്റ്റസ് എനർജിയിലേക്കാണ് കൊണ്ടുവന്നതെന്നാണ് കാണിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ എനർജിയാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഇൻറ്റ്യൂഷൻ പവർ നിങ്ങളുമായിട്ട് തന്നെ കണക്റ്റ് ആവുന്ന രീതിയിലേക്കാണ് ആ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ടുവന്നത്. മീൻസ് നിങ്ങൾ എന്തെങ്കിലും പരിശ്രമങ്ങൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് എന്തും ആകാം. നിങ്ങൾക്ക് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അത്ര വരെ നിങ്ങളുടെ കൂടെ നിന്ന ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അങ്ങനെ പലതും നിങ്ങളിൽ നിന്ന് ആ ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ സഡൻ ആയിട്ട് ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ആ നഷ്ടപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും ഒരു അവേക്കണിങ് പീരീഡ് ആയിരുന്നു. അതാണ് ഇവിടെ 8 ഓഫ് സോഴ്സ് അതുപോലെ 4 ഓഫ് സോഴ്സ് കാണിക്കുന്നത്. അതായത് ആ നഷ്ടപ്പെടലിൻ്റെ ഇടയിൽ നിങ്ങളുമായിട്ട് തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. പുതിയൊരു തലത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തികളും ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങളൊരു ഒറ്റപ്പെടലിൻ്റെ എല്ലാ അവസ്ഥയും അനുഭവിച്ച് വന്ന ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് എത്ര നിങ്ങൾ പേഷ്യൻസ് കൊടുത്തിട്ടുണ്ടോ, എത്രത്തോളം ക്ഷമയോടെ നിങ്ങൾ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നിങ്ങളിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നത് ഇനിയാണ്. അതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന ഒരു വർഷമായിട്ടാണ് ഈ വർഷത്തെ കാണിക്കുന്നത്. അതാണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത്. റീബേർത്ത്, അതായത് ഡെത്താണ്, ഒന്നിൻ്റെ അവസാനമാണ്, മറ്റൊന്നിൻ്റെ റീബേർത്തുമാണ്. അതായത് നിങ്ങൾക്കുള്ളിൽ അന്ന് വരെ ഉണ്ടായ ചിന്താഗതി, അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ച ചുറ്റുപാട്, നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ നേടേണ്ട ഒരു സമയം കൂടിയാണ്. പിന്നെ നിങ്ങളുടെ എന്തൊക്കെ നിങ്ങളിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളുണ്ടോ, വ്യക്തികളായാലും സാഹചര്യങ്ങളായാലും എന്തായാലും നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നുണ്ട്. അതുമാത്രമല്ല അത് ഒരു പുതിയൊരു റീബേർത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നതെന്നുള്ളതാണ് ഇവിടെ ഡെത്ത് ആൻഡ് റീബേർത്ത് കാർഡ് കാണിക്കുന്നത്. ഇത് പക്ഷേ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ചില സമയം നിങ്ങൾക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങളുടെ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ നഷ്ടപ്പെട്ടു പോയ ചില ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സ് അതാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ വരുന്നുണ്ട്.
5 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾക്ക് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെയാണ് കാണിക്കുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട സാമ്പത്തികം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി, കരിയർ റിലേറ്റഡ് ആയിട്ടും അതുപോലെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാർഡാണ് അത്. അപ്പോൾ ഈ രണ്ട് തലത്തിലും നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ആ നഷ്ടങ്ങൾ നിങ്ങൾക്ക് തിരികെ വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ചിലത്, അതായത് നിങ്ങളുടെ ഒരു ഹയർ ഗുഡിന് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റിവെച്ച, യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് അകറ്റി വെച്ച ചില ബന്ധങ്ങളുണ്ടാവും. അത് നിങ്ങളിലേക്ക് റിട്ടേൺ തിരികെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടം, നഷ്ടം ഈ കരിയറിലും അതുപോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യത്തിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ തിരിച്ച് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷം എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടോ, അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അതാണ് പേഷ്യൻസ്. നിങ്ങൾ എത്ര ക്ഷമ കാണിച്ച വ്യക്തികളാണോ ആ ക്ഷമ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാ കാഴ്ചപ്പാടും, നിങ്ങൾ എന്തിനൊക്കെ ഏതൊക്കെ രീതിയിൽ കണ്ടുകൊണ്ടിരുന്നോ കാഴ്ചപ്പാട് കംപ്ലീറ്റ് മാറുന്നുണ്ട്. പിന്നെ ഭയങ്കര തൻ്റെ ഇടം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്ര കാലവും നടന്നത് എന്നുള്ളതാണ് ഈ എംബ്രഡ് കാർഡ് കാണിക്കുന്നത്. പക്ഷേ ഈഗോ വരാതെ സൂക്ഷിക്കണം. ചിലർക്ക് ഈഗോ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പിരിച്വൽ ജേർണിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഈഗോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെക്കാൾ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോന്നോ, അല്ലെങ്കിൽ എന്നെ ഇതിലൊക്കെ നിങ്ങൾക്ക് കുറേ റീസൺസ് ഒക്കെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാട് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ചില സമയം ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് ഈഗോ കയറി വരാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈഗോ വരാതെ നോക്കണം എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു വർഷമായിട്ടാണ് കാണിക്കുന്നത്. നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് വരും ഈ ഒരു വർഷം. അതുപോലെ ജസ്റ്റിസ് വരുന്നൊരു വർഷമാണ്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ജസ്റ്റിസ്, പിന്നെ നിങ്ങൾ ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടും കൂടി ഈ ഒരു സമയം കിട്ടുന്നതായിട്ടാണ് വരുന്നത്. പിന്നെ മടിയില്ലാതെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. ഇത്ര കാലം ഐസൊലേഷനിലായിരിക്കും നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. അതാണ് ഇവിടെ ഐസൊലേഷൻ അതുപോലെ ലേസിനെസ് കാർഡ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ നിന്നതെങ്കിൽ ഇനി നിങ്ങൾ പ്രവർത്തിക്കാനുള്ളൊരു സമയമാണ്. ഇനി നിങ്ങൾക്ക് റിസൾട്ടിനുള്ള, അതായത് മുന്നേ പ്രവർത്തിച്ചതിൻ്റെ റിസൾട്ട് കിട്ടുന്നൊരു സമയം കൂടിയാണ്. പിന്നെ മടി വിചാരിച്ച് മാറ്റിവെച്ച കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയായിട്ടാണ് ഈ സമയം വന്നിട്ടുള്ളത്. മടി കൂടാതെ പ്രവർത്തിക്കുക എന്നുള്ളത്. പിന്നെ പുതിയ കാഴ്ചപ്പാട് തന്നെയാണ്. നിങ്ങളുടെ ചിന്താഗതിയൊക്കെ കംപ്ലീറ്റ് മാറി ലോകത്തെ മറ്റൊരു രീതിയിൽ, മറ്റുള്ളവരെ മറ്റൊരു രീതിയിൽ, എല്ലാം കാണുന്ന രീതിയിൽ മാറ്റം വരുന്നുണ്ട്. ആ കാണുന്ന രീതിയിൽ മാറ്റം വരുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുക. ചിലർക്ക് ഇവിടെ നെഗറ്റീവ് എനർജീൻ്റെ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഇൻഫ്ലുവൻസ് കാരണം നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് കുറച്ച് ഒന്ന് സ്റ്റക്ക് ആയതായിട്ട് വന്നിട്ടുണ്ട്. അത് ഒരു സ്റ്റക്ക് എനർജിയിലാണ് കാണിക്കുന്നത്. സ്പിരിച്വലായ ആൾക്കാർ ഈ ഒരു റീഡിങ് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻഡ്യൂഷൻ എങ്ങനെയെങ്കിലും ബ്ലോക്കായ പോലെ, നിങ്ങൾക്ക് മുന്നേ ഒക്കെ ഇൻഡ്യൂട്ടീവ്ലി ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അത് പെട്ടെന്ന് നിങ്ങൾക്കൊരു തടസ്സം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ കാര്യങ്ങളിലൊരു തടസ്സം, നിങ്ങൾക്ക് എന്തെങ്കിലും മടി, സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യാൻ എന്തെങ്കിലും മടി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്തോ ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ സ്പിരിച്വൽ കാര്യങ്ങളിൽ ബ്ലോക്ക് ചെയ്തിട്ട് നിർത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു സ്റ്റക്ക് എനർജി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ലൊരു ഇയർ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഒരു ബട്ടർഫ്ലൈ എങ്ങനെയാണോ അതിൻ്റെ പ്യൂപ്പ മോഡിൽ നിന്ന് ഫുൾ ട്രാൻസ്ഫോർമേഷൻ വന്ന് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തുന്നത്, അതുപോലെയാണ് നിങ്ങളുടെ ഒരു ഗ്രോത്ത് എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു വർഷം നിങ്ങൾക്ക് പടിപടിയായിട്ടുള്ളൊരു ഗ്രോത്താണ് വരുന്നത്. സഡൻ ആയിട്ടുള്ളൊരു ഗ്രോത്ത് അല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അതേസമയം പടിപടിയായിട്ടുള്ള ഒരു ഗ്രോത്ത്, അതാണെങ്കിൽ നിങ്ങളെ പൂർണ്ണതയിലെത്തിക്കും. സഡൻ ആയിട്ടുള്ളൊരു ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്ന സമയത്ത് ചില സമയം നിങ്ങൾ സ്റ്റക്കായി പോകാനും അതിനെ ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഒരു പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ചിലർക്ക് സഡൻ ആയിട്ടുള്ളൊരു ഗ്രോത്ത് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഗ്രോത്ത് അവിടെ സ്റ്റക്കായി പോകും. പക്ഷേ ഇവിടെ നിങ്ങളെ കംപ്ലീറ്റ് ഗൈഡ് ചെയ്തിട്ടാണ് നിങ്ങളെ ആ ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഇത്ര കാലവും അനുഭവിച്ച ആ ഒരു പെയിനും കാര്യങ്ങളും, പെയിൻ അനുഭവിച്ച ആൾക്കാരെ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കരിയറിലും അതുപോലെ റിലേഷൻഷിപ്പിലും ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഒരു പക്വതയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള, അതാണ് ഇവിടെ എമറൽഡ് കാർഡ് വരുന്നത്. പക്വതയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് പ്രിപ്പയർ ചെയ്തെടുത്തതായിട്ടാണ് കാണിക്കുന്നത്. ഇനിയുള്ളത് ഗ്രോത്താണ്.
നിങ്ങൾക്ക് ഇത്ര കാലം പരീക്ഷണ ഘട്ടമായിരുന്നു, ആ പരീക്ഷണം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു ഗ്രോത്തിൻ്റെ ഒരു പീരീഡാണ്. അതുകൊണ്ടാണ് ഇവിടെ പേഷ്യൻസ് കാർഡിൽ ബോട്ടം ഓഫ് ദി ഡെക്കിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് പേഷ്യൻസ് കാർഡ്. അവിടെ മൂണിൻ്റെ വിവിധ രൂപങ്ങളെ കാണാൻ പറ്റും. അമാവാസി മുതൽ പൗർണമി വരെ, ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെയുള്ള ആ ഒരു ഘട്ടത്തെ 30 ദിവസത്തെ ആ ഒരു ഘട്ടത്തെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് കാണിക്കുന്നത് നിങ്ങൾക്കുണ്ടാവുന്ന ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. അവിടെ പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയെ കൂടി കാണാൻ പറ്റും. 9 മാസത്തെ കണക്കാണ് അവിടെ കാണിക്കുന്നത്. അതായത് പ്രഗ്നൻ്റ് ലേഡി എന്ന് പറയുമ്പം ആ 9 മാസത്തെ കാത്തിരിപ്പാണ്, അല്ലെ, ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ടുള്ള ആ കാത്തിരിപ്പിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു മൂണിൻ്റെ ഈ ചക്ര കാണിക്കുന്നത്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യാനല്ല, നിങ്ങൾക്ക് ക്ഷമയാണ് വേണ്ടത്. വെയിറ്റ് അല്ല, ക്ഷമയാണ് വേണ്ടത്. ക്ഷമ ഇത്രകാലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇനിയും നിങ്ങൾക്ക് സഡൻ ആയിട്ടുള്ളൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പൂർണ്ണ രൂപമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ പൂർണ്ണ രൂപത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക. ഇതാണ് നിങ്ങളുടെ റീഡിങ്. റീസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. Six of Pentacles, Judgment, Six of Cups, Star, Four of Pentacles, Hermit, King of Pentacles, Page of Pentacles, bottom of the deck, Three of Wands. Courage, Beyond the World, Thunderbolt. Bottom of the deck, New Vision. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് 3 ഓഫ് വോൺസും ന്യൂ വിഷനാണ് വന്നിട്ടുള്ളത്. ഈ 2 കാർഡ്സ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഫിസിക്കൽ റിയാലിറ്റിയിൽ ഇല്ലാത്തൊരു കാര്യം, അതായത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവും, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവും, ഫിസിക്കൽ റിയാലിറ്റിയിൽ ഇതുവരെ വരാത്ത കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് നിങ്ങൾ ഡയറക്റ്റ് കാണാത്ത ആരെങ്കിലും, നിങ്ങൾ എപ്പോഴും ഓൺലൈനിൽ മാത്രം കാണുക, ഇതുവരെ ഡയറക്റ്റ് കാണാത്ത ആരെങ്കിലും, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത എന്തെങ്കിലും അത് നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ഒരു ഫിസിക്കൽ റിയാലിറ്റിയിൽ ഇപ്പോൾ ഇല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളത്, അത് ചില സമയം നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് മാത്രം നിങ്ങൾ കാണുന്ന ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഇതെല്ലാം ടച്ചബിളായിട്ട് വരുന്നു എന്നുള്ളതാണ്. 3D വേൾഡിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അതുവരെ നിങ്ങൾ മനസ്സുകൊണ്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമോഷൻസ് കൊണ്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിൽ ഫിസിക്കലി നിങ്ങൾക്ക് എക്സ്പീരിയൻസിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ 6 ഓഫ് പെൻഡക്കിൾ, ഇവിടെ കുറേയേറെ കാർഡ്സ് പെൻഡക്കിൾ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി നല്ല ഗ്രോത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് തീരാൻ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യലി ഒരു ഓപ്പണിങ് വരുന്നുണ്ട്. നിങ്ങളുടെ കരിയർ വൈസ് പുതിയൊരു ഓപ്പണിങ് വരുന്നുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. അതുപോലെ കരിയറിലും നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ വർഷം സംഭവിക്കുന്നത് ഫിനാൻഷ്യൽ ഗ്രോത്താണ്. അത് നിങ്ങൾ എത്രത്തോളം ഫിനാൻഷ്യൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടോ അതിനടുത്ത് തന്നെ നിങ്ങൾ എത്താനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണിക്കുന്നുണ്ട്. അത്ര വരെയും ആ ഒരു ഫിനാൻഷ്യൽ ബ്ലോക്കേജ് നിങ്ങൾക്ക് വരാനുള്ളൊരു റീസൺ മുൻജന്മത്തിലെ ചില കർമ്മഫലങ്ങളുടെ ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഹീലാവുന്നുണ്ട്. അതാണ് ഇവിടെ 6 ഓഫ് കപ്സും സ്റ്റാർ കാർഡും കാണിക്കുന്നത്. മുൻജന്മത്തിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഫിനാൻഷ്യൽ കർമ്മ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ്, കർമ്മ
അപ്പോൾ ആ ഒരു കാർമിക് ബാഗേജിൻ്റെ ഒരു ഇഫക്റ്റാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, കരിയർ വൈസ് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, സ്റ്റേബിൾ അല്ലാതെ നിന്ന് പോകാനുള്ള കാരണം ആ ഒരു കാരണമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. അതാണ് ഇവിടെ സ്റ്റാർ കാർഡ് കാണിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്, ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്, ഇന്നർ ഹീലിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ആ ഹീലിങ്ങിനിടയിൽ ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. നിങ്ങൾ എന്തിനെയെങ്കിലും വിടാതെ പിടിക്കുന്നുണ്ടെങ്കിൽ, മീൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങളവിടെ പിടിച്ചു വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ഗ്രോത്തിന് തടസ്സം നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളൊരു കാര്യത്തെ ആയിരിക്കില്ല നിങ്ങളവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അത് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളൊരു കാര്യത്തിന് നിങ്ങളിലേക്ക് വരാനുള്ളൊരു തടസ്സമായിട്ട് ആ ഒരു കാര്യം വരുന്നുണ്ട്. അപ്പം അത് തടസ്സം ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കത് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചുറ്റിലും ഓപ്പർച്യൂണിറ്റീസ് വരുന്നൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. ആ സമയത്ത് ചില കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുമ്പം അത് തടസ്സം മാത്രമേ ക്രിയേറ്റ് ചെയ്യൂ. അത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റിയാണ് വരാൻ പോകുന്നത്. നല്ല ക്ലാരിറ്റി വരും. അത് മാത്രമല്ല, നിങ്ങൾക്ക് എവിടെയും ഒരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ, റിലേഷൻഷിപ്പിലായാലോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായാലോ നിങ്ങൾക്കൊരു ചെയ്യുന്നതിന് അത്ര ഗുണം നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കുന്ന സ്നേഹം കിട്ടുന്നില്ല, കൊടുക്കുന്ന കാര്യങ്ങൾ തിരിച്ച് അതുപോലെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് അതിൽ ഒരു കാര്യം, ഒരു ജഡ്ജ്മെൻറ്റ്, അതായത് ജഡ്ജ്മെൻ്റ് ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായത്. അത് മാറിയിട്ട് അത് ജസ്റ്റിസിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു ജഡ്ജ്മെൻറ്റ് അവിടെ നിന്ന് മാറുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ എന്തൊക്കെ കംഫർട്ട് സോൺ ഉണ്ട്, ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ ഫീൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് പുതിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത പുതിയ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ ഇന്ന് വരെ ചെയ്യാത്ത ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അറിവും ഇല്ലാത്തൊരു മേഖലയിലായിരിക്കാം നിങ്ങൾ എത്തിപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ലൈഫ് എക്സ്പീരിയൻസ്, നിങ്ങൾ മേ ബി യാത്ര ചെയ്യാത്ത ആൾക്കാരായിരിക്കാം, നിങ്ങൾ യാത്ര പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു സാഹസികതയിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു വർഷം മുതൽ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. നിങ്ങളുടെ തോട്ട്സ് മാറുന്നുണ്ട്, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നുണ്ട്, ഫിസിക്കലി നിങ്ങൾ മാറുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ചസ് നല്ല രീതിക്ക് തന്നെ കാണിക്കുന്നുണ്ട്. മേ ബി എന്തെങ്കിലും ഫിസിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ച് ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, ബോഡി ഒന്ന് ഫിറ്റ് ആവണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഫിസിക്കലി ഒരു അപ്പിയറൻസിൽ ഒരു ചേഞ്ച് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും, ഒരു മേക്ക് ഓവർ പോലെ. അതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷനാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ് നിങ്ങളുടെ ലുക്ക് വൈസ് പോലും നിങ്ങളുടെ ഇന്നർ ചേഞ്ച് മാത്രമല്ല, ഇന്നർ ചേഞ്ച് ഒരുപാടായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലാണ് ആ ഒരു ഹീലിംഗ് നടക്കുന്നത്. അതാണ് ഇവിടെ സ്റ്റാർ കാർഡ് കാണിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് നടക്കുന്നത്. പക്ഷേ അത് നിങ്ങളുടെ ഒരു ഔട്ടർ ലെവലിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ പോലും ചേഞ്ച് വരുത്തുന്ന രീതിയിലാണ് ആ ഒരു ഇത് നിങ്ങൾക്ക് ഇഫക്റ്റ് ആവുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് വരെ നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണോ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് പുതിയൊരാളായിട്ട് മാറുന്നതായിട്ടാണ് വരുന്നത്. ഫിസിക്കൽ ചേഞ്ച് പോലും വരുന്നുണ്ട്. ചിലർക്ക് തോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിന്താരീതിയായിരിക്കാം മാറുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് മാറുന്നത്. ഇന്ന് വരെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കഴിക്കാത്ത ഫുഡ് കഴിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ യാത്രകൾ, നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന കാർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരാളുടെ ട്രാൻസ്ഫോർമേഷനാണ് അവിടെ കാണിക്കുന്നത്. അയാളുടെ ഉള്ളിൽ മാസ്ക് ഇട്ട കുറേ രൂപങ്ങൾ അവിടുന്ന് താഴോട്ട് പോകുന്നുണ്ട്. അത് കാണിക്കുന്നത് അയാളുടെ ഉള്ളിൽ ഒരു ഫയർ ഇങ്ങനെ എരിയുന്നതായിട്ട്, അയാളുടെ പുറത്തോട്ടേക്ക് ഫയർ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ പുറത്ത് കാണിക്കാതെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പുറത്തോട്ടേക്ക് വന്ന് അതൊരു പൊട്ടിത്തെറി പോലെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് വരെയും നിങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഒരു സഡൻ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് വരുന്നത്. സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ചസ് ആണ് വരുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആ ഒരു കാര്യം നിങ്ങളിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വി ആർ ദ വേൾഡ്. അതായത് നിങ്ങൾ ഒരുപാട് ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾ കണക്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവും. അതുമാത്രമല്ല കുറേ ആൾക്കാരുമായിട്ട് ഒരു കണക്ഷനിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സോൾ ട്രൈബുമായിട്ട് കണക്റ്റ് ആവുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കറേജ് എന്ന് പറയുന്നത് കാർഡ് വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഉള്ളിൽ
ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങളുണ്ടാകും. വറ്റി വരേണ്ട ഒരു പാറ കഷ്ണം പോലെ ഉറച്ചു നിൽക്കുന്ന ചില വിശ്വാസങ്ങൾ, എനിക്കത് കിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് എനിക്കതിന് യോഗ്യതയില്ല എന്ന് കരുതി മാറ്റി വെച്ച കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം വറ്റി വരണ്ട് അവിടെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ എനിക്കൊരിക്കലും പറ്റില്ല, എനിക്കൊരിക്കലും കിട്ടില്ല എന്ന് കരുതി മാറ്റി വെച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് ഒരു ഉണർവ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹോപ്പ് മാത്രമല്ല, അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ആദ്യത്തെ ഒരു തറക്കല്ലിടുന്നത് പോലെ ഒരു സ്റ്റാർട്ടിങ് അവിടെ ഉണ്ടാവുന്നുള്ളത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വറ്റി വരണ്ട് നിൽക്കുന്ന പോലെ ഒരിക്കലും ഇനി ഇതില്ല, ഒരു പ്രതീക്ഷ ഇല്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രതീക്ഷ വരുന്നതായിട്ടും, അതിൽ നമ്മൾ വറ്റി വരേണ്ട ഒരു ഭാഗത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്താ ഉണ്ടാവുക, അതുപോലെയാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഔട്ടർ ലെവലിലും ഇന്നർ ലെവലിലും നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അത് മാത്രമല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സോൾ പേർപ്പസുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ജഡ്ജ്മെൻറ്റും അതുപോലെ 3 ഓഫ് വോൺസും കാണിക്കുന്നതാണ്. 3 ഓഫ് വോൺസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. 3 ഓഫ് വോൺസ്, അതുപോലെ ഹെർമിറ്റ്, ജഡ്ജ്മെൻറ്റ്. ഈ കാർഡ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പേർപ്പസുമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്നാണ് ഒരു സെൽഫ് റിയലൈസേഷൻ വരിക. ഒരു അവേക്കണിങ് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ പറ്റും നിങ്ങളെക്കുറിച്ച്. പെട്ടെന്നാണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നത്. കംപ്ലീറ്റ് സഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സോൾ പേർപ്പസ് തിരിച്ചറിയുന്നതും നിങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നതും ഒക്കെ സഡൻ ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് സംഭവിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന തിരിച്ചറിവിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുക. അത്ര വരെ നിങ്ങൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനും നിങ്ങളുടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനും ജീവിച്ച ചുറ്റുപാട് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഭയത്തോടെ അല്ലെങ്കിൽ മടിയോടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ പോലും വിചാരിക്കാതെ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സഡൻ ആയിട്ടാണ് നിങ്ങൾക്ക് എല്ലാ മാറ്റങ്ങളും വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് സോൾ പേർപ്പസിലേക്ക് കടക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നതായിട്ടാണ് വരുന്നത്. അതുപോലെ മുൻജന്മത്തിൽ നല്ല ഒരു യോഗമുള്ള ആൾക്കാരാണ്. മുൻജന്മത്തിലെ പുണ്യഫലങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും മുൻജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യഫലങ്ങൾ അനുഭവിക്കേണ്ട ഒരു വർഷം കൂടിയായിട്ടാണ് കാണിക്കുന്നത്. ചിലർക്ക് മുൻജന്മത്തിൽ നെഗറ്റീവ് കർമ്മം അനുഭവിക്കേണ്ട സമയമായിരിക്കും. പക്ഷേ ഈ ഒരു പൈല് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് മുൻജന്മത്തിലെ നല്ല കർമ്മങ്ങളുടെ പുണ്യഫലം അനുഭവിക്കേണ്ട ഒരു വർഷം കൂടിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്നുള്ള സഡൻ ആയിട്ട് വരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പൈല് സെലക്ട് ചെയ്തവർക്ക് എല്ലാം സഡൻ ആണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കംഫർട്ട് സോണൊക്കെ കംപ്ലീറ്റ് ബ്രേക്ക് ആവും. അത് കണ്ടാലും ഭയക്കണ്ട. അത് നിങ്ങളുടെ സോൾ പേർപ്പസിലേക്കും നിങ്ങളുടെ ഏറ്റവും ഹയർ ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചില ഇൻസിഡൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. റീസണേറ്റ് ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.